Good morning. Today we shall see what is coordination. Maybe a very easy chapter it is. And I can tell you this week itself, business management will get over. Clear? Maybe 6 or 7 classes you will have again, and business management will get over. And first 2 modules was very big, and the last 3 modules are pretty little small. And one more thing I wanted to tell you is that after completing the whole business management, you will have one more examination test paper, which will cover the last 3 modules, right? So last 3 modules will be covered in the second test paper, and after that only the internal mark of business management will be published. The best of that 2 examination will be taken up to evaluate, right? So let us see what is coordination. So defining coordination, it seems more accurate to get coordination as the essence of managership for achieving of harmony of individual efforts towards accomplishment of group goals is the purpose of management. Each of managerial function is an exercise in coordination. So coordination എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഹാർമണി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. To be more simple, I can say you one more definition. Henry Fayol has given a definition. To coordinate is to harmonize all the activities of a person in order to facilitate its working and its success. So to be a successful manager, you need to harmonize all the efforts. Only then you will achieve the group goals efficiently or effectively. Clear? അപ്പം എന്തൊക്കെയാവും ഒരു കോർഡിനേഷൻ്റെ ഉദ്ദേശം? കോർഡിനേഷനും കോപ്പറേഷനും ഡിഫറെൻ്റ് ആണ്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ വില്ലിങ്നെസ്സേ പറയുള്ളൂ. കോർഡിനേഷൻ അങ്ങനെയല്ല. സിങ്ക്രണൈസേഷൻ, ഗ്രൂപ്പ് എഫേർട്സ് എങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ കോർഡിനേഷനിൽ കാണുന്നത്. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what are the principles of coordination. Principles of direct contact, principles of early beginning, principle of reciprocal relationship, and principles of continuity. Principle of direct contact എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നേരിട്ട് ഉണ്ടായാൽ മാത്രമേ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സാധ്യത ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഏർലി ബിഗിനിങ് പറഞ്ഞാൽ എന്താ? നേരത്തെ തന്നെ തുടങ്ങണം കോർഡിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കോർഡിനേഷൻ ഉണ്ടാവണം. ക്ലിയർ? എന്നാൽ മാത്രമേ പിന്നെ നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ ഒക്കെ. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഏർലി ബിഗിനിങ്, കോർഡിനേഷൻ കൃത്യമായി അച്ചീവ് ചെയ്യണമെങ്കിൽ പ്ലാനിങ്ങും പോളിസി മേക്കിങ്ങും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പോളിസിയൊക്കെ ഒരു എക്സിക്യൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടാണ് കോർഡിനേഷൻ. അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ കോർഡിനേഷൻ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കോർഡിനേറ്റഡ് ആവണമെങ്കിൽ അത് ആദ്യം മുതലേ നമുക്ക് ആ കോർഡിനേഷൻ, അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ക്ലിയർ? എല്ലാ ഫാക്ടേഴ്സും ഒരു സിറ്റുവേഷനിൽ റെസിപ്രോക്കലി റിലേറ്റഡ് ആണ്. ക്ലിയർ? അതായത് ഒരു ആളുടെ വർക്ക് വേറൊരാളുമായിട്ട് ഡിപ്പെൻഡഡ് ആണെങ്കിൽ ആ വേറൊരാളായിട്ട് ഡിപ്പെൻഡഡ് ആവും. ഇഫ് എ is obligated to B may be obligated to C, and in such a case you can say that A can be obligated to C. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പ് എപ്പോഴും റെസിപ്രോക്കൽ ആണ്. ക്ലിയർ? ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കോർഡിനേഷൻ ഇല്ലാച്ചാൽ എല്ലാവരും സഫർ ചെയ്യും. ഇപ്പൊ ഞാൻ നേരിട്ടിട്ട് വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എനിക്ക് ഒരാളായിട്ട് റിലേഷൻഷിപ്പ്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ആള് വേറൊരാളായിട്ടാവും കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, റെസ്പോൺസിബിൾ ആവുക. സോ ഇൻ എ വേ എല്ലാവരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ? ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, ലാസ്റ്റ് വൺ. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞ പോലെ കോർഡിനേഷൻ ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, സംതിങ് വിച്ച് മസ്റ്റ് ഗോ ഓൺ ഇൻ ഓൾ ദ ടൈം, വിച്ച് മസ്റ്റ് ഗോ ഓൺ ഇൻ വാട്ട് ലെവൽ ഓഫ് ആക്ടിവിറ്റി യു ആർ, ഇൻ വാട്ട് സ്റ്റേജ് ഓഫ് ആക്ടിവിറ്റി യു ആർ, യു ഹാവ് കോർഡിനേഷൻ. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഇൻ എ ഫോർട്ട് നൈറ്റ്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, റൈറ്റ്?
And let us see the types of coordination. You have two types of coordination. You have internal coordination and external coordination. Internal coordination ഉം external coordination ഉം നമുക്കുണ്ട്. What is internal coordination? ഉള്ളിൽ നമ്മളുടെ പിന്നെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ സെഗ്മെൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ സബ് ഡിവിഷൻസും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുക, ബ്രാഞ്ചുകൾ തമ്മിലുള്ള കോർഡിനേഷൻ, മാനേജേഴ്സിൻ്റെ ഇടയിലുള്ള കോർഡിനേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റേണൽ കോർഡിനേഷൻ. ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ഇന്റേണൽ കോർഡിനേഷൻ ഇസ് ഡിഫൈൻഡ് ഇൻടു ടു. യു ഹാവ് വെർട്ടിക്കൽ കോർഡിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ. വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള കോർഡിനേഷനെയാണ് വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയാം. ഹൊറിസോണ്ടൽ കോർഡിനേഷൻ പറഞ്ഞാൽ ഒരേ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള കോർഡിനേഷനെയാണ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറയാം. ആൻഡ് ഇതൊക്കെ അല്ലാതെ you have external. This word what is written here is wrong. It is not extension coordination, it is external coordination. Internalum external coordination ഉണ്ട്. ക്ലിയർ? അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കസ്റ്റമേഴ്സുമായിട്ടുള്ള കോർഡിനേഷൻ, നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട്, സപ്ലയേഴ്സ് ആയിട്ട്, വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ടുള്ള കോർഡിനേഷൻ, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ കോർഡിനേഷനിൽ വരുന്നത്. സോ യു ഹാവ് ടു ടൈപ്സ് ഓഫ് കോർഡിനേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോർഡിനേഷൻ. And let us see the importance of coordination. കോർഡിനേഷൻ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരു ഗോളിലേക്കാണ് ഡയറക്റ്റഡ് ആവുക. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് എസെൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരുപാട് നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ മാനേജീരിയൽ ഗോൾസ് കൃത്യമായി അച്ചീവ് ചെയ്യുക, അത് തന്നെയാണ് എസെൻസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോർഡിനേഷൻ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ആൻഡ് എക്കണോമി. നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എഫിഷ്യൻസി കൂടും. കാരണം നമ്മൾ ഹൈലി കോപ്പറേറ്റീവ് ആയ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല വർക്കാവും പുറത്തേക്ക് വരിക. ക്ലിയർ? ആൻഡ് ഫൈനലി യു ഹാവ് ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ആൻഡ് റീറ്റെയിനിങ് ഓഫ് പേഴ്സണൽ. നല്ല കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ അവിടെ തന്നെ നിൽക്കാനുള്ള താല്പര്യം നമുക്ക് അവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് ലെറ്റ് us see the process of coordination through planning. പ്രോസസ് ഓഫ് കോർഡിനേഷൻ പല രീതിയിലും അച്ചീവ് ചെയ്യാം. അപ്പോൾ കോർഡിനേഷൻ ഈ ഒരു പ്രോസസ്സിലൂടെയാണ്, പ്ലാനിങ്ങിലൂടെ നമ്മൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണു. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ആണ്. എങ്ങനെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി പ്ലാൻ ചെയ്യണു. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല എല്ലാ പോളിസീസും നന്നായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കോർഡിനേഷൻ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഒരു സെയിൽസ് മാനേജർ, നമ്മൾ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാച്ചാൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിങ് ലെവലിൽ തന്നെ കോർഡിനേഷൻ ഉണ്ടാവണു. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യണത്? മാനേജേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു. മാനേജേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ തന്നെ കോർഡിനേഷൻ നടക്കുകയാണ്. ക്ലിയർ? മാനേജേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ കോർഡിനേഷൻ ഉണ്ടാവും, പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ? പ്ലാനിങ് സ്റ്റേജ് ആണ് ഐഡിയൽ ടൈം ടു ബ്രിങ് ദ കോർഡിനേഷൻ. പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ത്രൂ ഓർഗനൈസേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഒരു എല്ലാ ആക്ടിവിറ്റിയും അസൈൻ ചെയ്യുമ്പോൾ തന്നെ കോർഡിനേഷൻ ആണ് ഏറ്റവും ഉള്ളിൽ വരേണ്ടത്. കാരണം ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ജോലി അസൈൻ ചെയ്യരുത്. എല്ലാതും കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ, ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ തന്നെ എഫക്റ്റീവ് കോർഡിനേഷൻ ആണ് ഉണ്ടാവാൻ പോണത്. ആൻഡ് ത്രൂ ഡയറക്റ്റിംഗ് വഴിയും നമ്മൾ കോർഡിനേഷൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. കാരണം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്യുമ്പോൾ, ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അതൊക്കെ കോർഡിനേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ത്രൂ കൺട്രോളിങ്. മാനേജർ എല്ലാവരെയും കൺട്രോൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ മെയിൻ ഗോൾസ് നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചില സബോർഡിനേറ്റ്സിന്റെ വർക്ക് പെർഫോമൻസ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അപ്പോൾ സബോർഡിനേറ്റ്സിന്റെ വർക്ക് സിങ്ക്രണൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കൺട്രോളിങ് ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ കോർഡിനേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. കാരണം മാനേജേഴ്സ് എപ്പോഴും ചേഞ്ച് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ പ്രോപ്പർ കൺട്രോളിങ് നടക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ കൃത്യമായിട്ടും കോർഡിനേഷനും പ്രോപ്പർ ആയിരിക്കും. ആൻഡ് ത്രൂ സ്റ്റാഫിംഗ്.
സ്റ്റാഫിംഗ് ഫംഗ്ഷനും അതെ കോർഡിനേഷനെ പ്രോപ്പർ ആക്കാനാണ് നോക്കണത്. അപ്പോൾ കാരണം ഓരോ ആൾക്കാരേനെയും എങ്ങനെ നമ്മൾ ഹയർ ചെയ്യണത് നമ്മുടെ മനസ്സിലുണ്ടാവും. അവർക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക, എന്ത് ജോലിയാണ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക, ആ രീതിയിലുള്ള ജോലിയാണ് അവർക്ക് അസൈൻ ചെയ്യുക. ആ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുക, നമ്മൾ തെരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ അവർ കോപ്പറേറ്റീവ് ആണോ, അവരെ കോപ്പറേറ്റീവ് ആക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അപ്പൊ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ കോർഡിനേഷൻ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ആൻഡ് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ആണ് കോർഡിനേഷന്റെ എസൻസ്. കൃത്യമായിട്ടുള്ള ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ദിസ് ഓൾ ദ തിങ്സ്, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, സ്റ്റാഫിങ്, എല്ലാവിടെയും കോർഡിനേഷൻ കറക്റ്റ് ആവും. സോ ദിസ് ആർ ഓൾ അബൌട്ട് പ്രോസസ്. ആൻഡ് ലെറ്റ് മീ സേ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓൾസോ. ലിമിറ്റേഷൻസ് എന്താ ഒരു കോർഡിനേഷന്? അഡ്മിനിസ്ട്രേറ്റീവ് കാപ്പബിലിറ്റി കുറവാണെങ്കിൽ, ടോപ്പ് മാനേജേഴ്സിനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാപ്പബിലിറ്റി കുറവാണെങ്കിൽ കോർഡിനേഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ക്ലിയർ? മാനേജീരിയൽ ക്വാളിറ്റി കുറവാണ് മാനേജേഴ്സിന് വെച്ചാൽ അവിടെയും നമുക്ക് കോർഡിനേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചർ, കോർഡിനേഷന് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വേണം. അപ്പൊ അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കോർഡിനേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലിയർ? അതേപോലെ കൃത്യമായ ഐഡിയ ഉണ്ടാവണം എല്ലാവർക്കും, അതായത് ടോപ്പ് മാനേജ്മെന്റിന്. അങ്ങനെ ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഓർഗനൈസേഷൻ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ഷാൽ സീ അബൌട്ട് ദ ബിസിനസ് എത്തിക്സ്. റൈറ്റ്?